ഇന്ത്യ രാജ്യത്ത് വർഗീയത പ്രകടിപ്പിക്കുന്ന തൃശ്ശൂരിൽ എങ്ങനെയാ സുരേഷ് ഗോപി ജയിച്ചത്? പൂരം മുടക്കിയത് എങ്ങനെ? അതൊക്കെ ജനങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറയാം. ബാന്ധമുണ്ടെന്ന് ആർക്കാ അജിംസെ അറിയാത്ത? അനിൽകുമാറിന്റെ സ്വന്തം ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പോരെ? പോയത് അനിൽകുമാറിന്റെ സ്വന്തം ബൂത്തിലെ വോട്ട് പരിശോധിച്ചാൽ പോരെ? അനിൽകുമാറിന്റെ സ്വന്തം ബൂത്തിലെ വോട്ട് പരിശോധിച്ചാൽ പോരെ? എന്റെ വ്യക്തിപരമായി പറയുന്നത് എന്തിനാല്ലേ ഞാൻ ചോദിക്കുന്നത്? അനിൽകുമാർ, ഇതെന്ത് മര്യാദയാ? നിങ്ങൾ രാഷ്ട്രീയം പറയും, നിങ്ങൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രാഷ്ട്രീയം പറയും. ആദ്യമായിട്ടാണോ ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ ഒരാളെ രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് എന്താ സങ്കടം? അല്ല, വ്യക്തിപരമായി ആക്ഷേപിക്കുമ്പോൾ അജിംസ് ഇടപെടുന്നില്ലല്ലോ. വ്യക്തിപരമായി ആക്ഷേപിക്കുമ്പോൾ എന്തേ അജിംസ് ഇടപെടുന്നത്? ഇവിടെ വിജയരാഘവൻ നടത്തിയ വർഗീയ പരാമർശത്തിന്റെ പേരിൽ എന്തേ അനിൽ മറുപടി പറയാത്തത്? ഞാൻ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ടോ? ചോദിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ചോദ്യം ചോദിച്ചാൽ മറുപടി ഉണ്ടോ? ഇവിടെ രാവിലെ മറുപടി ഉണ്ടോ? ഒന്നാമത് പറയില്ല. അതിനൊന്നും മറുപടി. അദ്ദേഹം എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുമ്പോ എന്തേ അജിംസ് ഇടപെടായിരുന്നത്? ആക്ഷേപിക്കുമ്പോ എന്തേ അജിംസ് ഇടപെടായിരുന്നത്? സന്ദീപിനെ വിളിച്ചത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അനിൽകുമാറിനോട് ചോദിക്കുന്നത്. അനിൽകുമാർ പ്ലീസ്. അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ. അദ്ദേഹം രാഷ്ട്രീയം പറയാൻ തയ്യാറല്ലല്ലോ. അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാൻ തയ്യാറാവുന്നേ ഇല്ല. ആലപ്പുഴയിൽ പോലും അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോലും CPM-ന്റെ വോട്ട് ഷിഫ്റ്റ്. എനിക്ക് ചർച്ച നിർത്തേണ്ടത്. ഒന്നാമതായി പറയട്ടെ, എന്താ ഇത് അജിംസ് ചെയ്ത്? അല്ല, അനിൽകുമാർ ആരെയാണ് വർഗീയവാദി വിളിച്ചതെന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസിനും BJP-ക്കും വേണ്ടി ഒരുപോലെ വർത്താനം പറയേണ്ടി വരുന്ന ഒരാളുടെ ഞാൻ ചോദിക്കുക, കോൺഗ്രസിനും BJP-ക്കും വേണ്ടി ഒരുപോലെ വർത്താനം പറയേണ്ടി വരുന്ന ഗതികേടാണ്. നിങ്ങൾ OK വാസുവിനെയും സൈനിനെ കുറിച്ച് ഇതാണോ പറയുന്നത്? നിങ്ങൾ സൈനിനെ കുറിച്ച് ഇതാണോ പറയുന്നത്? ഞാൻ അനിലിന്റെയും RSS-കാരുടെയും ശബ്ദം ഒരുപോലെയുണ്ട്. അനിൽകുമാറിന്റെയും RSS-കാരുടെയും ശബ്ദം ഒരുപോലെയുണ്ട്. ഈ രണ്ടു കൂട്ടർക്ക് എന്നോട് വൈരാഗ്യമാണ്. ഈ രണ്ടു കൂട്ടർക്കൂടെ വിഷമം, സങ്കടം. RSS-കാർക്കുള്ളതിനേക്കാൾ സങ്കടം അനിൽകുമാറിനും CPM-കാർക്കുമാണ്. നിങ്ങൾ തമ്മിലുള്ള പുറത്തു പോയാൽ എന്തിനാ CPM-മാർക്ക് എത്ര വിഷമം? എന്തിനാ സഖാക്കൾക്ക് വിഷമം? ശരി, AKG സെന്ററിൽ ഇങ്ങനെ കൂട്ടക്കരച്ചില്. സന്ദീപ് പ്ലീസ്. അനിൽകുമാർ എന്താണ് പറയാമെന്ന് വ്യക്തിപരമായ സന്തോഷിക്കേണ്ട കാര്യം. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? അനിൽകുമാർ പറയൂ. എന്തിനാണ് വ്യക്തിപരമായി പറയുന്നത്? അനിൽ എന്തിനാണ് എന്നെ വ്യക്തിപരമായി പറയുന്നത്? അനിൽ ചർച്ചയ്ക്ക് പോയിന്റ് ഇല്ലാത്തതുകൊണ്ടാണോ? ദേശീയപാത സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കൂ. ഈ ചർച്ചയിൽ മര്യാദകൾ കാണിക്കാം. ഞാൻ മറുപടി പറയേണ്ടത് വർഗീയവാദി എന്ന് വിളിച്ച ഞാൻ അനിൽകുമാറെ വ്യക്തിപരമായിട്ട് വല്ലതും പറഞ്ഞോ? ഞാൻ അങ്ങോട്ട് പറയാം. അങ്ങ് വ്യക്തിപരമായിട്ട് എന്നെ പറഞ്ഞിട്ട് ഞാൻ മറുപടി പറയരുത്, ഞാൻ ഇടപെടരുതെന്ന് പറഞ്ഞ് മറുപടി കേൾക്കേണ്ടി വരും. ഞാൻ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആളുകളെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് അല്ല. അങ്ങ് എന്നെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയം പറയുന്നു, CPM-ന്റെ ഇരട്ടത്താപ്പ് പറയുന്നു, കാപട്യം പറയുന്നു, നിങ്ങളുടെ BJP ബാന്ധവം ഞാൻ വിളിച്ചു പറയുന്നു. അതാണ് നിങ്ങളുടെ പ്രശ്നം. അല്ല, സന്ദീപ് വിസ്തീരിക്കട്ടെ. അദ്ദേഹം പറയുന്നത് വിസ്തീരിയുടെ സന്ദീപ് മാസപ്പടിയും നിങ്ങളുടെ പരിപാടികളെ പോലെ കെട്ടത് വർഗീയവാദിയെ കേരളം കണ്ടിട്ടില്ല. അപ്പൊ അനിൽകുമാർ സന്ദീപിനെയാണ്. അതാണ് സന്ദീപിന്റെ പ്രശ്നം. നാണംകെട്ട വർഗീയവാദികൾ. നിങ്ങൾ നാണംകെട്ട വർഗീയവാദികൾ. പറഞ്ഞില്ലേ നാണംകെട്ട വർഗീയവാദികൾ. ഞാൻ പറയണത് കേട്ടോ. നല്ല കുട്ടിയാണ് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് എന്റെ വീട്ടിൽ ഞാൻ ക്ലിയർ കേട്ടോ. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. AK ബാലൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനിൽകുമാറിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, എനിക്ക് ബാലന്റെ സർട്ടിഫിക്കറ്റ് മതി, എനിക്ക് MP രാജേഷിന്റെ സർട്ടിഫിക്കറ്റ് മതി. വേണ്ട, ഒറ്റ കാര്യം മതി. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. അല്ല, എന്റെ ചോദ്യം ഇതായിരുന്നു. അനിൽകുമാർ BJP-യുടെ വോട്ട് വേണ്ടെന്ന് പറയൂ, SDPയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ പോലെ. ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല. എനിക്ക് AK ബാലൻ സർട്ടിഫിക്കറ്റ് വോട്ട് വേണ്ട എന്ന് പറയോ CPM?